Objectives of operations management. Operations management involves management of the entire process responsible for converting inputs into output. അപ്പോൾ ഓപ്പറേഷൻസ് മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഇൻപുട്ടിനെ ഔട്ട്പുട്ടിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന എല്ലാ പ്രോസസ്സും അതിൽ വരും. അപ്പോൾ അതിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, ടു പ്രൊവൈഡ് കസ്റ്റമർ സർവീസ്. നമുക്കറിയാം ഓപ്പറേഷൻ മാനേജ്മെൻറ്റിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഒബ്ജക്റ്റീവാണ് കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ. അപ്പോൾ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷന് വേണ്ടിയിട്ട് ഓപ്പറേഷൻസ് മാനേജ്മെൻറ്റ് ഫോക്കസസ് ഓൺ പ്രൊവൈഡിങ് ദ റൈറ്റ് പ്രോഡക്ട്സ് അറ്റ് എ റൈറ്റ് പ്രൈസ് അറ്റ് ദ റൈറ്റ് ടൈം. Hence, this objective will influence the operations manager's decisions to achieve the required customer services. അപ്പം റൈറ്റ് പ്രോഡക്റ്റ് റൈറ്റ് പ്രൈസിൽ റൈറ്റ് ടൈമിൽ കസ്റ്റമർക്ക് കൊടുക്കുക എന്നുള്ളതിൽ ഓപ്പറേഷൻസ് മാനേജ്മെൻറ്റ് ഫോക്കസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഓപ്പറേഷൻസ് മാനേജർ എടുക്കുന്ന ഡിസിഷനൊക്കെ ആ ഒരു കസ്റ്റമർ സർവീസ് അച്ചീവ് ചെയ്യുന്നതിലേക്ക് ഫോക്കസ് ചെയ്തിട്ടുണ്ടാവും എന്നാണ് പറയുന്നത്. അപ്പം ഓപ്പറേഷൻസ് മാനേജ്മെൻറ്റിൻ്റെ വെരി ഇമ്പോർട്ടൻറ്റ് ഒബ്ജക്റ്റീവാണ് ടു പ്രൊവൈഡ് കസ്റ്റമർ സർവീസ്. സെക്കൻഡ്, ഇഫക്റ്റീവ് യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ്. റിസോഴ്സസ് എന്തൊക്കെയാണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. ഒരു ഓർഗനൈസേഷൻ്റെ റിസോഴ്സസ് എന്ന് പറഞ്ഞാൽ അതിൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന ക്യാപിറ്റൽ, അവിടെ ഉള്ള എംപ്ലോയീസ്, ദാറ്റ് ഈസ് ലേബർ, പിന്നെ നമ്മൾ പ്രൊഡക്ഷൻ പ്രോസസ്സിൽ ഉപയോഗിക്കുന്ന മെറ്റീരിയൽ, ഇത്രയും കാര്യങ്ങളെയാണ് നമ്മൾ റിസോഴ്സസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ റിസോഴ്സസിനെയൊക്കെ എന്താണ് ഇഫക്റ്റീവ്ലി യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ളത് ഓപ്പറേഷൻ മാനേജ്മെൻറ്റിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഒബ്ജക്റ്റീവാണ്. അതായത് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സസ് നിന്ന് മാക്സിമം ഔട്ട്പുട്ട് മിനിമം കോസ്റ്റിൽ ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. aims at obtaining maximum output from the available resources with the minimum cost. Third, to reduce cost of production. Operations management aims at a reduction of the cost of products and services. കോസ്റ്റ് റെഡ്യൂസ് ചെയ്യാൻ നമ്മൾ ആദ്യം തന്നെ എന്ത് ചെയ്യും, കോസ്റ്റ് സെറ്റ് ചെയ്യും. അതായത് ഒരു യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ ഇത്ര കോസ്റ്റ് ആവും എന്നുള്ളത് ആദ്യമേ പ്ലാൻ ചെയ്യും. അപ്പോൾ എന്ത് ചെയ്യണം, ആ പ്ലാൻ ചെയ്ത കോസ്റ്റിൽ തന്നെ മാക്സിമം ഒതുക്കാനുള്ളൊരു ശ്രമമാണ് ഇതിലുണ്ടാവുക, ഓപ്പറേഷൻ മാനേജ്മെൻറ്റിൽ ഉണ്ടാവുക. അതായത് നമ്മളൊരു യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ 10 രൂപ കോസ്റ്റ് വരുമെന്ന് ആദ്യം തീരുമാനിക്കുക. നമ്മൾ ഒരുപാട് ഫാക്ടേഴ്സൊക്കെ കൺസിഡർ ചെയ്തിട്ടായിരിക്കും അങ്ങനെ ഒരു 10 രൂപ എന്നുള്ള ഒരു കോസ്റ്റിലെത്തുന്നത്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ പ്രോസസ്സൊക്കെ ക്യാരി ഔട്ട് ചെയ്യുമ്പം ആ 10 രൂപയിൽ കൂടി പോവാതിരിക്കാനുള്ള എല്ലാ അറ്റംപ്റ്റും എല്ലാ ശ്രമങ്ങളും നടത്തണം. കോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് 2 ടൈപ്പ് ഉണ്ട്, ഫിക്സഡ് കോസ്റ്റും വാരിയബിൾ കോസ്റ്റും. ഫിക്സഡ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മുടെ റെൻറ്റ് അല്ലെങ്കിൽ നമ്മുടെ ഇലക്ട്രിസിറ്റി ചാർജസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഫിക്സഡ് ആയിട്ട് വരുന്നത്. അതായത് നമ്മൾ പ്രൊഡക്ഷനിൽ ചെറിയ മാറ്റങ്ങൾ വരുത്തുമ്പോൾ എഫക്റ്റ് ചെയ്യാത്ത കോസ്റ്റിനെയാണ് നമ്മൾ ഫിക്സഡ് കോസ്റ്റ് എന്ന് പറയുന്നത്. വാരിയബിൾ കോസ്റ്റ് എന്ന് പറയുമ്പോൾ ഓരോ യൂണിറ്റ് അധികം പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ മാറ്റം വരുന്ന കോസ്റ്റ്, അതായത് മെറ്റീരിയലിൻ്റെ കോസ്റ്റൊക്കെ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഈ കോസ്റ്റ് കുറയ്ക്കുമ്പോൾ നമ്മൾ ഏതിലായിരിക്കും ഫോക്കസ് ചെയ്യേണ്ടി വരിക, വാരിയബിൾ കോസ്റ്റിലായിരിക്കും. അത് നമുക്ക് ഏതൊക്കെ ഇൻവെൻട്രി പിന്നെ ലേബർ കൺട്രോൾ ടെക്നിക്സ് അതൊക്കെ ശ്രദ്ധിക്കുന്നതിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വാരിയബിൾ കോസ്റ്റ് കുറയ്ക്കാൻ പറ്റും, അല്ലെങ്കിൽ അതൊന്ന് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഫോർത്ത് വൺ, ടു ഇംപ്രൂവ് പ്രോഡക്റ്റ് ക്വാളിറ്റി. നമ്മൾ നേരത്തെയൊക്കെ ക്വാളിറ്റി കൺട്രോളിനൊക്കെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ക്വാളിറ്റി കൺട്രോൾ ആൻഡ് മെയിൻ്റനൻസ് അതൊരു ഇമ്പോർട്ടൻ്റ് ഒബ്ജക്റ്റീവാണ് ഓപ്പറേഷൻ മാനേജ്മെൻറ്റിൻ്റെ. Quality control consists of all those activities which are designed to define, maintain and control specific quality of products within reasonable limits. അപ്പോൾ ക്വാളിറ്റി കൺട്രോൾ എന്ന് പറഞ്ഞാൽ എല്ലാ ആക്ടിവിറ്റീസും നമ്മൾ എന്താണ് ക്വാളിറ്റി ഡിഫൈൻ ചെയ്യാനും മെയിൻറ്റെയിൻ ചെയ്യാനും കൺട്രോൾ ചെയ്യാനൊക്കെ ഡിസൈൻ ചെയ്തിട്ടുള്ള എല്ലാ ആക്ടിവിറ്റീസിനെയും പറയുന്ന പേരാണ് ക്വാളിറ്റി കൺട്രോൾ. ഇറ്റ് ഈസ് ദ സിസ്റ്റമാറ്റിക് റെഗുലേഷൻ ഓഫ് ഓൾ വേരിയബിൾസ് എഫക്റ്റിംഗ് ദി ഗുഡ്നെസ് ഓഫ് ദി ഫൈനൽ പ്രോഡക്റ്റ്. അല്ലെങ്കിൽ എന്ത് പറയാം, ക്വാളിറ്റി കൺട്രോൾ ഇൻവോൾവ്സ് ഡിറ്റർമിനേഷൻ ഓഫ് ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സ് ആൻഡ് ഇറ്റ്സ് ആക്ച്വൽ മെഷർമെൻറ്റ്. ഡിറ്റർമിനേഷൻ ഓഫ് ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സ് ഡിറ്റർമിൻ ചെയ്യുകയും അതിൻ്റെ ആക്ച്വൽ മെഷർമെൻറ്റ്സും, അതായത് നമ്മുടെ പ്രോഡക്റ്റിൻ്റെ ക്വാളിറ്റി ഒരു സ്റ്റാൻഡേർഡായിട്ട് കുറച്ച് കാര്യങ്ങൾ സെറ്റ് ചെയ്യുക, പിന്നെ എന്ത് ചെയ്യുക, അത് ആക്ച്വലായിട്ട് വരുന്നുണ്ടോ എന്നുള്ളത് മെഷർ ചെയ്യുക. ഇതൊക്കെയാണ് ക്വാളിറ്റി കൺട്രോളിൽ വരുന്നത്. അപ്പം ഇങ്ങനെയൊക്കെ ചെയ്താൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, പ്രോഡക്റ്റ് ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ അതൊരു ലെവലിൽ മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ പറ്റുള്ളൂ. ടു ഫിക്സ് ടൈം ഷെഡ്യൂൾ. ടൈം ഷെഡ്യൂൾ ഫിക്സ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഓപ്പറേഷൻ മാനേജ്മെൻറ്റിൽ വരുന്ന ഓരോ ആക്ടിവിറ്റിയും ഏതൊക്കെ സമയങ്ങളിലാണ് ചെയ്യേണ്ടത് എന്നുള്ളത്
സെറ്റ് ചെയ്യുക, അല്ലെങ്കിൽ അതിന് എത്ര സമയം വേണ്ടി വരും എന്നുള്ള കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുന്നതാണ്. ഇറ്റ് ഇൻക്ലൂഡ്സ് ദ ഓപ്പറേറ്റിംഗ് സൈക്കിൾ ടൈം, ഇൻവെൻറ്ററി ടേൺ ഓവർ റേറ്റ്, മെഷീൻ യൂട്ടിലൈസേഷൻ റേറ്റ്, കപ്പാസിറ്റി യൂട്ടിലൈസേഷൻ റേറ്റ് എക്സെട്ര. അതിൽ ഓപ്പറേറ്റിംഗ് സൈക്കിൾ എന്ന് പറഞ്ഞാൽ ടോട്ടൽ, അതായത് ഇൻപുട്ട് ഔട്ട്പുട്ടിലേക്ക് മാറുന്ന ആ ഒരു ടൈം. പിന്നെ ഇൻവെൻട്രി നമ്മൾ എത്ര സമയം കൂടുമ്പോഴാണ് ഇൻവെൻട്രി പുതുതായിട്ട് കൊണ്ടുവരേണ്ടി വരുന്നത്, മെഷീൻ എത്ര യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട്, നമ്മുടെ കപ്പാസിറ്റി എത്ര, അതായത് നമുക്ക് 1000 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു ദിവസം എത്ര പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, ആ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുന്നതാണ് ടൈം ഷെഡ്യൂൾ, ഫിക്സ് ടൈം ഷെഡ്യൂളിൽ വരുന്നത്. 6th, പ്രോപ്പർ യൂട്ടിലൈസേഷൻ ഓഫ് മെഷീനറി. നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള മെഷീനറീസിൻ്റെ പ്രോപ്പർ യൂട്ടിലൈസേഷൻ എൻഷുവർ ചെയ്യണം. അത് ചിലപ്പോൾ എന്തായിരിക്കും, നമ്മുടെ ഫാക്ടറിയിൽ ഉള്ളൊരു മെഷീൻ്റെ യൂട്ടിലൈസേഷൻ ആയിരിക്കും, അല്ലെങ്കിൽ ഓൾറെഡി ഉള്ളതൊന്ന് റീപ്ലേസ് ചെയ്തിട്ട് ഒരു പുതിയ കുറച്ചും കൂടെ എഫക്റ്റീവായിട്ട് വർക്ക് ചെയ്യുന്ന, അല്ലെങ്കിൽ കുറച്ചും കൂടെ നമുക്ക് കോസ്റ്റ് കുറയ്ക്കാൻ പറ്റുന്ന രീതിയിലുള്ള മെഷീൻസ് പുതുതായിട്ട് റീപ്ലേസ് ചെയ്തിട്ടാവാം. ആ രീതിയിലൊക്കെ മെഷീനറി കറക്റ്റായിട്ട് യൂസ് ചെയ്യുക എന്നുള്ളതാണ് പ്രോപ്പർ യൂട്ടിലൈസേഷൻ ഓഫ് മെഷീനറിയിൽ പറയുന്നത്. ഇറ്റ് ഹാസ് ടു എൻഷുർ ജുഡീഷ്യസ് യൂട്ടിലൈസേഷൻ ഓഫ് മെഷീനറി ആൻഡ് ഇക്വിപ്മെൻറ്റ്. മെറ്റീരിയൽ കൺട്രോൾ. Based on the sales forecast and production plans, the materials planning and control is done. മെറ്റീരിയൽ കൺട്രോൾ എന്ന് പറഞ്ഞാൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഇൻവെൻറ്ററി, അതായത് നമുക്ക് പ്രൊഡക്ഷനിൽ ആവശ്യമായിട്ട് വരുന്ന റോ മെറ്റീരിയൽസ് ഒക്കെ ഉണ്ടാവില്ലേ, അതിൻ്റെ കൺട്രോൾ. അതായത് ഒരു ദിവസം നമുക്ക് എത്ര മെറ്റീരിയൽ ആവശ്യമുണ്ട്, അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ പാർട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ എത്ര ആവശ്യമുണ്ട്, ആ കാര്യങ്ങളൊക്കെ പ്രീ പ്ലാൻ ചെയ്യുക, മുന്നേ കൂട്ടി തന്നെ പ്ലാൻ ചെയ്യുക. അതൊക്കെയാണ് മെറ്റീരിയൽ കൺട്രോളിങ്ങിൽ വരുന്നത്. It involves estimating the individual requirements of parts, preparing materials budget, forecasting the levels of inventories, scheduling the orders and monitoring the performance in relation to production and sales. അപ്പോൾ മെറ്റീരിയൽസ് കൺട്രോളിൽ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടാണ് നമുക്ക് എത്ര പ്രൊഡ്യൂസ് ചെയ്യണം, ആ എത്ര പ്രൊഡ്യൂസ് ചെയ്യണമെന്ന് അറിയണമെങ്കിൽ എന്ത് ചെയ്യണം, നമ്മൾ സെയിൽസ് ഫോർകാസ്റ്റ് ചെയ്യണം അല്ലേ. നമുക്കിപ്പോൾ ഒരു 1000 യൂണിറ്റ്സ് സെയിൽ ഉണ്ടാവുമെന്ന് നമ്മൾ ഫോർകാസ്റ്റ് ചെയ്താൽ മാത്രമേ നമ്മൾ അത്രയും പ്രൊഡ്യൂസ് ചെയ്യേണ്ട കാര്യമുള്ളൂ. അപ്പം സെയിൽസ് ഫോർകാസ്റ്റിങ്ങും മെറ്റീരിയൽ കൺട്രോളിൽ ഹെൽപ്പ് ചെയ്യുന്നൊരു കാര്യമാണ്. നെക്സ്റ്റ് ടോപ്പിക്ക് മാനുഫാക്ചറിങ് ആൻഡ് നോൺ മാനുഫാക്ചറിങ് ഓപ്പറേഷൻസ്. നമുക്ക് ഓപ്പറേഷൻസ് 2 ടൈപ്പ് ഉണ്ട്, മാനുഫാക്ചറിങ് ഓപ്പറേഷൻസും നോൺ മാനുഫാക്ചറിങ് ഓപ്പറേഷൻസും. അപ്പോൾ ഈ ഓപ്പറേഷൻസിൻ്റെ ബേസിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഓർഗനൈസേഷനെ 2ആയിട്ട് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും, മാനുഫാക്ചറിങ് ഓർഗനൈസേഷൻസും നോൺ മാനുഫാക്ചറിങ് ഓർഗനൈസേഷൻസും. നെക്സ്റ്റ് നമുക്ക് മാനുഫാക്ചറിങ് ഓർഗനൈസേഷൻസും നോൺ മാനുഫാക്ചറിങ് ഓർഗനൈസേഷൻസും തമ്മിലുള്ള ഡിഫറൻസ് നോക്കാം. നമുക്ക് അറിയുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഫസ്റ്റ് വൺ, മാനുഫാക്ചറിങ് ഓർഗനൈസേഷൻസ് പ്രൊഡ്യൂസസ് ഗുഡ്സ് that are tangible in nature. On the other hand, service organizations render service to the customers instead of ടാഞ്ചിബിൾ പ്രോഡക്ട്സ് അല്ലേ. മാനുഫാക്ചറിങ് എന്ന് പറഞ്ഞാൽ അവിടെ എന്താണ്, അവരൊരു ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, നമ്മുടെ സോപ്പ് അല്ലെങ്കിൽ സ്വീറ്റ്സ്, അങ്ങനെ നമുക്ക് എന്താ പറയുക, ഫിസിക്കലി ഉള്ളൊരു പ്രോഡക്റ്റ് അവർ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതേസമയം നോൺ മാനുഫാക്ചറിങ് ആണെങ്കിൽ അവരെന്താ ചെയ്യുന്നത്, സർവീസ് ആയിട്ടാണ്. ഫോർ എക്സാമ്പിൾ ബാങ്കിങ്, ഇൻഷുറൻസ്, അവിടെയൊക്കെ നമുക്കിങ്ങനെ ബാങ്കിൽ പോയിട്ട് നമുക്ക് കയ്യിലൊരു സാധനം അങ്ങനെ പറ്റുന്നുണ്ടോ, ഇല്ല, അവിടെ ഒരു സർവീസാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ അതാണ് ഫസ്റ്റ് വൺ. സെക്കൻഡ് വൺ, the products of manufacturing units can be stored in physical form, but the products of non-manufacturing organization cannot be stored. അതായത് എന്താണ്, മാനുഫാക്ചറിങ് ആണെങ്കിൽ അവരുണ്ടാക്കുന്ന, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കുറേ സോപ്പാണെങ്കിൽ സോപ്പ് അവർക്ക് അവരുടെ വെയർ ഹൗസിൽ സ്റ്റോർ ചെയ്യാം. പക്ഷെ ഒരു ബാങ്കിന് അല്ലെങ്കിൽ ഒരു ഇൻഷുറൻസ് കമ്പനിക്ക് അവരുടെ സർവീസ് സ്റ്റോർ ചെയ്യാൻ പറ്റില്ല. അത് ആ സമയത്ത് ലൈവായിട്ട് നടക്കുന്നതല്ലേ, നമ്മൾ പോകുമ്പം അല്ലെങ്കിൽ നമ്മൾ ഫോൺ ചെയ്യുമ്പം അല്ലെങ്കിൽ നമ്മൾ സിസ്റ്റത്തിൽ ചെയ്യുമ്പോൾ അത് ലൈവായിട്ട് റെൻഡർ ചെയ്യുകയാണ് ചെയ്യുന്നത്. അതൊരിക്കലും സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റില്ല. Third, in manufacturing organization, most of the customers have no direct contact with operations. On the other hand, in the case of service organization, the customers are present during the creation of the service. അല്ലേ, ഒരു നമ്മൾ പറഞ്ഞ എക്സാമ്പിളിൽ തന്നെ ഒരു സോപ്പ് ഉണ്ടാക്കുകയാണെങ്കിൽ ആ സോപ്പ് ഉണ്ടാക്കുന്ന പ്രോസസ്സിൽ കസ്റ്റമേഴ്സിന് എന്തെങ്കിലും ഇൻവോൾവ്മെൻ്റ് ഉണ്ടോ, അല്ലെങ്കിൽ അവരവിടെ പോകേണ്ട കാര്യമുണ്ടോ, ഇല്ല. പക്ഷേ ഒരു നോൺ മാനുഫാക്ചറിങ് ഓർഗനൈസേഷൻ ആകുമ്പോൾ അവർ സർവീസ് ക്രിയേറ്റ് ചെയ്യുമ്പം അവിടെ എന്താണ്, ആ ഒരു കസ്റ്റമറും കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ അത് ഫുള്ളാവുന്നുള്ളൂ.
അല്ലേ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു പ്ലാന്റിൻ്റെ ലൊക്കേഷനൊക്കെ സെറ്റ് ചെയ്യുമ്പോൾ മാനുഫാക്ചറിങ് ആണെങ്കിൽ അവിടെ എന്നും കസ്റ്റമേഴ്സിന് വരേണ്ട കാര്യമില്ല, അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, റിമോട്ടായിട്ടൊക്കെ സെറ്റ് ചെയ്യാം. പക്ഷേ സർവീസ് സെക്ടർ ആണെങ്കിൽ കസ്റ്റമേഴ്സ് വരുമ്പോഴാണ് അവരുടെ സർവീസ് ക്രിയേറ്റ് ആവുന്നത്. അപ്പോൾ എന്തായിരിക്കും, എല്ലാവരും ആക്സസ് ചെയ്യാൻ പറ്റുന്ന സ്ഥലത്തൊക്കെ സെറ്റ് ചെയ്യണം എന്നുള്ള രീതിക്കൊക്കെ പറഞ്ഞില്ല, ആ ഒരു പോയിൻ്റാണ്. അപ്പോൾ ഈ 3 പോയിൻ്റാണ് മാനുഫാക്ചറിങ്ങും നോൺ മാനുഫാക്ചറിങ് ഓപ്പറേഷൻസ് അല്ലെങ്കിൽ ഓർഗനൈസേഷൻസ് തമ്മിലുള്ള ഡിഫറൻസ്. നെക്സ്റ്റ്, ഡിഫറൻസസ് ബിറ്റ്വീൻ ഗുഡ്സ് ആൻഡ് സർവീസസ്. ഗുഡ്സ് ആർ ടാഞ്ചിബിൾ, സർവീസസ് ആർ ഇൻടാഞ്ചിബിൾ. ടാഞ്ചിബിൾ എന്ന് പറഞ്ഞാൽ നമുക്ക് തൊടാനും തൊട്ടറിയാനൊക്കെ ഫീൽ ചെയ്യാനൊക്കെ പറ്റുന്നതിനെയാണ് ടാഞ്ചിബിൾ എന്ന് പറയുന്നത്. അപ്പോൾ ഗുഡ്സ് ടാഞ്ചിബിൾ ആണ്, സർവീസസ് ആർ ഇൻടാഞ്ചിബിൾ. ഗുഡ്സ് ക്യാൻ ബി സ്റ്റോർഡ് ആൻഡ് ട്രാൻസ്പോർട്ടഡ്. ഗുഡ്സ് നമുക്ക് സ്റ്റോർ ചെയ്യാം, ട്രാൻസ്പോർട്ട് ചെയ്യാം. സർവീസസ് കനോട്ട് ബി പ്രൊഡ്യൂസ്ഡ് ബിഫോർ ഹാൻഡ്. സർവീസസ് നമുക്ക് മുന്നേ പ്രൊഡ്യൂസ് ചെയ്ത് വെക്കാൻ പറ്റില്ല, അതെപ്പോഴാണോ കസ്റ്റമേഴ്സ് വരുന്നത് അപ്പോഴേ അത് റെൻഡർ ചെയ്യാൻ പറ്റുള്ളൂ. തേർഡ്, ദേ ആർ പ്രൊഡ്യൂസ്ഡ് ഇൻ എ ഫാക്ടറി എൻവയോൺമെൻറ്റ്. ഗുഡ്സ് ഒരു ഫാക്ടറി എൻവയോൺമെൻറ്റിലാണ് അത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. സർവീസസ് ആർ പ്രൊഡ്യൂസ്ഡ് ഇൻ എ മാർക്കറ്റ് എൻവയോൺമെൻറ്റ്. സർവീസസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് അതെന്താണ്, ഒരു ലൈവായിട്ടുള്ള ഒരു മാർക്കറ്റ് എൻവയോൺമെൻറ്റിലാണത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഗുഡ്സ് ആർ മെയിൻലി സ്റ്റാൻഡർഡൈസ്ഡ്, സർവീസസ് ആർ ഓഫൺ കസ്റ്റമൈസ്ഡ്. ഗുഡ്സ് എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ ഒരു സോപ്പ് ഉണ്ടാക്കുകയാണെങ്കിൽ ആ സോപ്പ് ഓൾമോസ്റ്റ് എല്ലാ സോപ്പും ഒരേപോലെയല്ലേ, അതായത് ഒരു ബ്രാൻഡിൻ്റെ ഒരു പെർട്ടിക്കുലർ പ്രോഡക്റ്റ് എല്ലാം ഒരേപോലെയല്ലേ ഉണ്ടാവുക, അല്ലാതെ ഒരാൾക്കൊന്ന് വേറൊരാൾക്ക് അങ്ങനെ ഉണ്ടാവില്ല. പക്ഷേ സർവീസസ് ആർ ഓഫൺ. സർവീസസ് എന്ന് പറയുമ്പോൾ എന്താ, ബാങ്കിങ്ങിൻ്റെതാണെങ്കിലും ഇൻഷുറൻസ് ആണെങ്കിലും അത് ഓരോരുത്തർക്ക് ഏത് രീതിയിലാണ് വേണ്ടതെന്ന് വെച്ചാൽ ആ ഒരു സർവീസസാണ് ഒരാൾക്ക് കൊടുക്കുന്നുണ്ടാവുക, അതാണ് കസ്റ്റമൈസ്ഡ് ആണ്. ഫിഫ്ത്ത്, ക്വാളിറ്റി ഈസ് ഇൻഹെറൻറ്റ് ഇൻ ദി പ്രോഡക്റ്റ്. ഗുഡ്സിൻ്റെ ക്വാളിറ്റി ആ പ്രോഡക്റ്റിൽ തന്നെ ഉള്ളതാണ്, അതായത് ആ പ്രോഡക്റ്റിൻ്റെ ക്വാളിറ്റിയാണ് ഗുഡ്സിൻ്റെ ക്വാളിറ്റി എന്ന് നമ്മൾ പറയുന്നത്, അത് അതിലുള്ളതാണ്. അതിപ്പോൾ അത് കൊടുക്കുന്ന ആൾക്ക്, നമ്മളിപ്പം ഒരു സെയിം പ്രോഡക്റ്റ് 2 ഷോപ്പിൽ പോയി വാങ്ങിയാലും അത് രണ്ടും ഒരേപോലെ തന്നെയായിരിക്കും, ബിക്കോസ് ആ പ്രോഡക്റ്റിൻ്റെ ഉള്ളിൽ തന്നെയാണ് ആ ക്വാളിറ്റി ഉള്ളത്. സർവീസ് എന്ന് പറഞ്ഞാൽ ക്വാളിറ്റി ഈസ് ഇൻഹെറൻറ്റ് ഇൻ ദി പ്രോസസ്സ്. നമ്മൾക്ക് 2 ബാങ്കിൽ പോകുമ്പോൾ അവിടുത്തെ സർവീസ് നമുക്ക് അതിൻ്റെ ക്വാളിറ്റി നമുക്ക് ഡിഫറൻ്റ് ആയിട്ട് ഫീൽ ചെയ്യും, ബിക്കോസ് അത് അവർ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു പ്രോസസ്സിലാണ് അതിൻ്റെ ക്വാളിറ്റി ഇരിക്കുന്നത്. ക്ലിയർ ആയിട്ടുണ്ടോ? അതായത് ഒരു സോപ്പ് ഒരു ഫാക്ടറിയിൽ പ്രൊഡ്യൂസ് ചെയ്തിട്ട് അത് എവിടെ നിന്ന് നമുക്ക് കിട്ടിയാലും ഒരേപോലെ ഉണ്ടാവും. പക്ഷേ ഒരു ബാങ്കിങ്ങിൻ്റെ ഒരു സർവീസ് ആരാണോ ആ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നത് അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് ഡിഫറൻസ് ഉണ്ടാവും, ബിക്കോസ് അത് പ്രൊവൈഡ് ചെയ്യുന്ന പ്രോസസ്സിലാണ് അതിൻ്റെ ക്വാളിറ്റി ഉള്ളത്. അപ്പോൾ ഇത്രയാണ് ഗുഡ്സും സർവീസും തമ്മിലുള്ള ഡിഫറൻസ്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക, കാരണം നമുക്കതിൽ ആദ്യത്തെ ടാഞ്ചിബിൾ ഇൻടാഞ്ചിബിൾ എന്നൊക്കെ ഉള്ളത് നമുക്ക് പെട്ടെന്ന് 1-2 പോയിൻറ്റ്സ് പറയാൻ പറ്റും. ഇതിലിപ്പോൾ ഒരു 5 പോയിൻറ്റ്സ് പറയുന്നുണ്ട്, അത്രയൊന്ന് ഓർത്ത് വെക്കുക ഗുഡ്സ് ആൻഡ് സർവീസസ് തമ്മിലുള്ള ഡിഫറൻസ്.